എൻവയോൺമെൻറ്റ് സ്റ്റഡീസിൽ 2024 ജൂണിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് 1 പറഞ്ഞു. പാർട്ട് 2 നമ്മൾ നോക്കുവാണ് 29 മുതൽ 29. മാംഗ്രോവ് ഇൻ ദ കോസ്റ്റൽ ഏരിയ വർക്ക് അഗെയിൻസ്റ്റ് എറോഷൻ ബൈ ആക്ടിങ് ആസ് ഡാഷ്. മാംഗ്രോവ് എന്ന് വെച്ചാൽ കണ്ടൽക്കാടാണ്. തീരപ്രദേശത്തുള്ള കണ്ടൽക്കാട് മണ്ണൊലിപ്പ് അല്ലെങ്കിൽ എറോഷൻ അതിനെതിരെ ആക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? അതൊരു നാച്ചുറൽ ബൾവർക്കായിട്ടാണ്. ബൾവാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാരിയർ, ഒരു പ്രകൃതിദത്തമായ ഒരു വേലിക്കെട്ട്, അതിർവരമ്പ് പോലെ പ്രവർത്തിക്കുന്നു എന്ന് വേണം. അങ്ങനെ അത് മണ്ണൊലിപ്പിനെ തടയുന്നു. ഇറ്റ് ആക്ട് അഗെയിൻസ്റ്റ് എറോഷൻ. ഇതാണ് 29. 30ലേക്ക് പോവാം. ഇൻ മാബ്, MAB ക്യാപിറ്റലിലാണ്. മാബ് പ്രോഗ്രാം റൺ ബൈ യുനെസ്കോ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് മാബ് പ്രോഗ്രാം. മാൻ ആൻഡ് ബയോസ്ഫിയർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതിൽ മാബ് എന്ന വാക്കിൻ്റെ ഫുൾ ഫോം എന്താണ്? മാബ് സ്റ്റാൻഡ്സ് ഫോർ മാൻ ആൻഡ് ബയോസ്ഫിയർ എന്നതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ്. 31ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കെമിക്കൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി? നോക്കൂ, മധ്യപ്രദേശിലെ ഭോപ്പാലിൽ മീഥൈൽ ഐസോസൈനേറ്റ് എന്ന് പറയുന്ന വിഷവാതകം ചോർന്ന് 1984 യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിലാണ് ഈ ദുരന്തം നടന്നത്. ഒത്തിരിയേറെ മനുഷ്യർ മരിച്ചു, ഒത്തിരിയേറെ പേര് അന്ധരായി, വികലാംഗരായി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, അവർക്ക് ശ്വാസകോശ രോഗങ്ങളൊക്കെ ഉണ്ടായി. ഇത് ഏത് വാതകമാണ് എന്നാണ് ചോദിക്കുന്നത്. ഏത് കെമിക്കലാണ്? മീഥൈൽ ഐസോസൈനേറ്റ് എന്ന ഒന്നാമത്തെ ഓപ്ഷനാണ്. 32. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ മെഷർ ഓഫ് ഓക്സിജൻ യൂസ്ഡ് ബൈ ബാക്ടീരിയ ടു ഡീകമ്പോസ് ദ ഓർഗാനിക് മാറ്റർ? ഒരു ജൈവ വസ്തു എന്തെങ്കിലും ചത്ത ചീഞ്ഞ എലിയോ മറ്റോ ആവാം, അതിനെ അഴുകാനായിട്ട് ബാക്ടീരിയ അതിനെ ഡീകമ്പോസ് ചെയ്യിക്കാനായിട്ട് ഏത് തരത്തിലുള്ള ഓക്സിജൻ മെഷറാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. അത് 32ാമത്തെ ചോദ്യമാണ്. BOD അഥവാ അതിൻ്റെ ഫുൾ ഫോം ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നാണ്. BOD ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അത് ആ മെഷർമെൻ്റ് ആണ് അതിന് ഉപയോഗിക്കുന്നത്. ഇനി 33ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടൻ്റ്? അതായത് ഇത് ജൈവ വിഘടനം സംഭവിക്കുന്ന മലിന വസ്തു, മലിനീകാരി പ്ലാസ്റ്റിക് ആണോ, മെർക്കുറി ആണോ, പേപ്പറാണോ, DDT ആണോ? പേപ്പറാണോ അഴുകുന്നത്. ബാക്കിയൊന്നും പെർമനൻ്റായിട്ട് ഈ ഭൂമുഖത്ത് നിന്ന് നശിച്ചു പോകില്ല. ഒരിക്കലും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭൂമിയുള്ള കാലത്തോളം അങ്ങനെ സഞ്ചിത വിഷം അഥവാ അക്യുമുലേറ്റഡ് പോയിസൺ ആയിട്ട് അവിടെ കിടക്കും. DDT ആണെങ്കിലും അതെ, പ്ലാസ്റ്റിക് ആണെങ്കിലും അതെ, മെർക്കുറി ആണെങ്കിലും അതെ. പക്ഷേ പേപ്പർ അത് ജൈവ വിഘടനം സംഭവിക്കുന്നതാണ്, അഴുകി പോകുന്നതാണ്. 34. പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ഓഫ് നോയിസ് പൊല്യൂഷൻ ഇൻ ഇന്ത്യ ഈസ്? ഇന്ത്യയിലെ നോയിസ് പൊല്യൂഷൻ്റെ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് എത്രയാണ്? സത്യത്തിൽ ഇവിടെ തന്നിരിക്കുന്നതൊക്കെ വളരെ കുറവാണ്. 50 ഡെസിബൽ എന്ന രീതിയിലാണ് നമുക്ക് ഇവിടെ നൽകാവുന്ന. കാരണം പകൽ സമയത്തൊക്കെ 50 ഡെസിബലിലും കൂടുതൽ എന്താണ് എല്ലായിടത്തും ഉണ്ടാവും എന്നുള്ളതാണ്. വല്ല ശാന്തമായ ബെഡ്റൂമിലെ ഒരു ഡെസിബിലാണ് 40-45 എന്നൊക്കെ പറയുന്നത്. ഓക്കെ, എന്തോ അവിടെ ഇന്ത്യയിൽ നോയിസ് പൊല്യൂഷൻ്റെ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് 50 ഡെസിബൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 35 ഡെസിബൽ അല്ല. ഇനി നമുക്ക് 35ാമത്തെ ചോദ്യം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫിസിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് വേസ്റ്റ്? വേസ്റ്റിനെ നമുക്ക് ഫിസിക്കലായിട്ട് ട്രീറ്റ് ചെയ്യാവുന്നത് ഏത് രീതിയാണ് എന്നാണ് ചോദ്യം. അതായത് കമ്പോസ്റ്റിംഗ് ആണോ, കണ്ടീഷനിങ് ആണോ, അതുപോലെ തന്നെ ലഗൂണിങ് ആണോ, ഏത് രീതിയാണ് എന്നാണ്. കണ്ടീഷനിങ് എന്ന രീതിയാണ് വേസ്റ്റിനെ ഫിസിക്കൽ ട്രീറ്റ് ചെയ്യാനായിട്ട് ഉള്ള രീതി. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് വേസ്റ്റ് മിനിമൈസേഷൻ? വേസ്റ്റ് മിനിമൈസേഷൻ്റെ ഏറ്റവും നല്ല മെത്തേഡ് താഴെ പറയുന്നതിൽ ഏതാണ്? നമുക്ക് വേസ്റ്റ് മിനിമൈസേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. വേസ്റ്റ് എന്നിട്ട് അവർ തന്നേക്കണ ഓപ്ഷൻസ് തെറ്റാണ്. വേസ്റ്റ് ഡിസ്പോസലിൻ്റെ ഓപ്ഷൻസാണ് തന്നിരിക്കുന്നത്. പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ വേസ്റ്റ് മിനിമൈസ് ചെയ്യാൻ ഇതൊന്നും ഒരു രീതിയും വഴിയല്ല. അതിന് റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിളൊക്കെയാണ് മിനിമൈസ് ചെയ്യാറുണ്ട്. ഇവിടെ അതൊന്നും അല്ല തന്നേക്കുന്നത്. അതായത് ചോദിച്ചേക്കുന്നതനുസരിച്ച് നമുക്കിപ്പോൾ ഇവിടെ പറയാനാണെങ്കിൽ ഇൻസിനറേഷൻ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദഹിപ്പിച്ച് കത്തിച്ച് കളയുക എന്ന രീതിയാണ് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ എക്സലൻ്റ് മെത്തേഡ് അതാണ് എന്ന് ഇൻസിനറേഷൻ എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഭാഗത്ത് അത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻസിനറേഷനാണ് 202ാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ 202ാമത്തെ പേജിലാണ് അത് പറഞ്ഞിരിക്കുക. 37ാമത്തെ ചോദ്യം. ഡാഷ് ഈസ് ദ ഫിനോമിനൻ ഓഫ് ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് പൊല്യൂട്ടൻറ്റ് ഫ്രം വൺ ലിങ്ക് ഇൻ എ ഫുഡ് ചെയിൻ ടു അനദർ? ഒരു ഫുഡ് ചെയിനിലെ ഒരു ലിങ്കിൽ നിന്ന് മറ്റൊരു ലിങ്കിലേക്ക് പൊല്യൂട്ടൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ആകുന്ന ആ പ്രതിഭാസത്തിനെ നമ്മൾ എന്ത് പേരാണ് പറയുന്നത്? എന്നാണ് അതിനെ പറയുന്നത്. എന്താണ് ബയോമാഗ്നിഫിക്കേഷൻ? തെറ്റിപ്പോകരുത്. ബയോമാഗ്നിഫിക്കേഷൻ ഒരു ജീവിയിൽ നിന്ന് വേറൊരു ജീവിയിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ്റെ അളവ്, പൊല്യൂട്ടൻ്റ് മലിനീകാരിയായ വസ്തുവിൻ്റെ അളവ് കൂടുന്നതിൻ്റെ, വർദ്ധിച്ചു വരുന്നതിൻ്റെ ആ രീതിയെ പറയുന്ന പേരാണ് ബയോമാഗ്നിഫിക്കേഷൻ എന്നാണ് പറയുന്നത്.
The pH value of rainfall of 4 places A, B, C, D are given below. അതായത് 4 സ്ഥലങ്ങളിലെ മഴവെള്ളത്തിൻ്റെ അമ്ലമാണ് pH വാല്യൂ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആസിഡ് ഡെപ്പോസിഷൻ എവിടെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ A 5.5 എന്നതാണ് ആസിഡ് ഡെപ്പോസിഷൻ കൂടുതലുണ്ടാവുന്നത്. ഇനി 39ാമത്തെ വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് ദ ഇൻ്റർനാഷണൽ ഡേ ഫോർ പ്രിസർവേഷൻ ഓഫ് ഓസോൺ ലെയർ. അതായത് ഓസോൺ പാളി ഭൂമിക്ക് രക്ഷാകവചമായി നിൽക്കുന്ന സുരക്ഷിത പാളിയാണെന്നൊക്കെ നമുക്കറിയാം. ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു അന്താരാഷ്ട്ര ദിനം നമ്മൾ ആചരിക്കുന്നത് അത് എന്നാണ് ചോദിക്കുന്നത്. സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ഓസോൺ പാളിയുടെ പ്രിസർവേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ദിനം. ഇനി നമുക്ക് മറ്റൊന്ന് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് CFC ക്ലോറോഫ്ലോറോ കാർബൺ ആണ് CFC. അതിനെക്കുറിച്ച് സത്യമല്ലാത്തത് താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ്? നോക്കൂ, നമ്മുടെ തണുപ്പിക്കുന്ന ശീതീകരണ യന്ത്രങ്ങളിൽ നിന്നൊക്കെ CFC എന്ന മലിന വസ്തു പുറത്തു വരുന്നുണ്ട്. AC നിന്നാണെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് റെഫ്രിജറേറ്ററിൽ നിന്നാണെങ്കിലും ഒക്കെ. അപ്പോൾ ഈ CFC ഓസോൺ പാളിക്ക് ഹോൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നതിൽ ശരിയല്ലാത്ത കാര്യം ഏതാണ്? ഓക്കെ, അതാണ് തെറ്റായ കാര്യം. അപ്പോൾ 4ാമത്തേതാണ് ദേ ആർ അൺഅഫക്റ്റഡ് ബൈ UV റേഡിയേഷൻ ഇൻ അപ്പർ അറ്റ്മോസ്ഫിയർ. അപ്പർ അറ്റ്മോസ്ഫിയറിൽ അൾട്രാവയലറ്റ് റേഡിയേഷനാൽ അത് ബാധിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി അതും ഈ CFCയിലെ അളവും അപ്പർ അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് റേഡിയേഷനും തമ്മിൽ ബന്ധമുണ്ട്, ഒരു ബന്ധമില്ലാത്ത കാര്യമല്ല. പക്ഷെ ആദ്യത്തെ 3 കാര്യങ്ങൾ ട്രൂ ആണ്. എന്തൊക്കെയാണ്? ഓസോൺ ശോഷണത്തിന് അത് കാരണമാവുന്ന ഈ മലിനവാതകം. 2, ദേ ആർ യൂസ്ഡ് ഇൻ പ്ലാന്റ്സ്, പെയിൻറ്റ്സ് ആൻഡ് ഡിയോഡറൻസ്. നമ്മുടെ പെയിന്റ് ഉണ്ടാക്കുന്നതിനൊക്കെ CFC ഉപയോഗിക്കുന്നുണ്ട്, ക്ലോറോഫ്ലോറോ കാർബൺ. 3, ദേ ആർ സ്റ്റേബിൾ ആൻഡ് റിമെയിൻ ഇൻ ലോവർ അറ്റ്മോസ്ഫിയർ ഫോർ മെനി ഇയേഴ്സ്. അത് സ്റ്റേബിളാണ്, ലോവർ അറ്റ്മോസ്ഫിയറിൽ കുറേ വർഷം തങ്ങി നിന്നിട്ടാണ് മുകളിലോട്ട് പോവുള്ളൂ. ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യം. 41, ദ പ്രൊവിഷൻ ഫോർ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഇൻ ദ ഇയർ ഡാഷ്. നമ്മുടെ ഭരണഘടനയിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏതു വർഷമാണ് എന്നാണ് ചോദ്യം. 41ാമത്തെ ചോദ്യം അതാണ്. 1976 ആ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 42, NBA ഹാസ് ബീൻ സെറ്റപ്പ് അണ്ടർ ദ ഡാഷ്. NBA അത് തയ്യാറാക്കിയത് ഏത് നിയമത്തിൻ്റെ കീഴിലാണ്? ബയോഡൈവേഴ്സിറ്റി ആക്ടിൻ്റെ കീഴിലാണ് NBA സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് എന്നോർക്കുക. ജൈവ വൈവിധ്യ നിയമം. ഓക്കെ, ഇനി അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് കൺസർവേഷൻ പ്രോജക്റ്റ് ഓഫ് എൻഡേഞ്ചേർഡ് സ്പീഷീസ്. വംശനാശം നേരിടുന്ന ജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ്, കൺസർവേഷന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ്. താഴെ പറയുന്നതിൽ ഏത് മൃഗമാണ് അതിൽ ഉൾപ്പെടാത്തത് എന്നാണ് 43ാമത്തെ ചോദ്യം. ഒട്ടകത്തെ ആ കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ ക്രൊക്കഡൈലിനെ സംരക്ഷിക്കാൻ, ചീങ്കണ്ണിയെ സംരക്ഷിക്കാനും ആനയെ സംരക്ഷിക്കാനും സിംഹത്തെ സംരക്ഷിക്കാനും ഒക്കെ എൻഡേഞ്ചേർഡ് സ്പീഷീസിൻ്റെ വിഭാഗത്തിൽ പ്രോജക്റ്റിൽ പെടുന്നുണ്ട്. എന്നാൽ ക്യാമൽ അതിൽ പെടുന്നില്ല. അടുത്തത് ദ സ്റ്റഡി ഓഫ് ഒറിജിൻ ഓഫ് എ ഡിസീസ് ഈസ് ടേംഡ് ആസ് ഡാഷ്. അതായത് രോഗങ്ങളിൽ എങ്ങനെ ഉണ്ടാവുന്നു, അതിൻ്റെ ഉത്ഭവം എങ്ങനെയെന്നതിനെക്കുറിച്ച് പഠിക്കുന്ന അതിനെ പറയുന്ന ഇതിനെ എന്ത് പേരാണ് വിളിക്കുക? അതിനെ എറ്റിയോളജി എന്നാണ് വിളിക്കുക. ചില പുസ്തകങ്ങൾ അതിൻ്റെ സ്പെല്ലിങ് ETIOLOGY എന്നാണ്. പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ AETIOLOGY എന്നാണ്. അപ്പോൾ എന്തായാലും 1ാമത്തെ ഓപ്ഷനാണ്. 45ാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ജനറ്റിക് ഡിസീസ്. താഴെ പറയുന്നത് ഏതാണ് ഒരു ജനിതക രോഗം? മംഗോളിസമാണ്, ഡൗൺ സിൻഡ്രോം എന്നും അതിനെ പറയും. ഓക്കെ, അപ്പോൾ പിന്നെ ചില പ്രമേഹമൊക്കെ ചില ആൾക്കാർക്ക് പാരമ്പര്യമായിട്ട് കിട്ടാറുണ്ട് കേട്ടോ, ജനറ്റിക് ഡിസീസായിട്ട് ഇവിടെ. പക്ഷേ കുറേയും കൂടി നല്ല ഓപ്ഷൻ മംഗോളിസമാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 46, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ജിയോളജിക്കൽ ഡിസാസ്റ്റർ. ഒരു ജിയോളജിക്കൽ ഡിസാസ്റ്റർ താഴെ പറയുന്നതിൽ ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ ഭൗമാന്തർഭാഗത്ത് നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ഒരു ദുരന്തം എന്ന് വേണമെങ്കിൽ പറയാം. അത് വേറൊന്നുമല്ല, ഭൂമികുലുക്കമല്ല, ഉരുൾപൊട്ടലാണ്, ലാൻഡ്സ്ലൈഡാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തേക്കല്ല, ലാൻഡ്സ്ലൈഡാണ്. ഫ്ലഡൊക്കെ ഭൂമിയുടെ മേളിൽ സംഭവിക്കുന്നത്, ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വരുന്നതല്ല. ഫോറസ്റ്റ് ഫയറും മേളിൽ സംഭവിക്കുന്നതാണ്. ഹീറ്റ് വേവും ഭൂമിയുടെ മുകളിൽ ഉപരിതലത്തിന് മേളിലാണ്. പക്ഷേ ലാൻഡ്സ്ലൈഡ് ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ഉള്ള ജിയോളജിക്കലായിട്ടുള്ള ഭൗമാന്തർ ചലനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ശാന്തിപ്രസാദ് ഭട്ടിനെ കുറിച്ച് നമുക്കറിയാം. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ്, തുടക്കക്കാരനാണ്. അദ്ദേഹത്തിന് ശേഷം പിന്നീട് അതിൻ്റെ നേതൃത്വം സുന്ദർലാൽ ബഹുഗുണ ഏറ്റെടുത്തു. മരങ്ങളെ വെട്ടാൻ വരുന്നവരുടെ മുന്നിൽ ഓടിച്ചെന്ന് മരത്തെ കെട്ടിപ്പിടിക്കുക, ആരിങ്ങനെ ചെയ്ത് നിൽക്കുക. ഇതാണ് ഇവരുടെ ആൾക്കാരുടെ ഈ ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട സമരരീതി. അപ്പോൾ എന്തായാലും അതിൻ്റെ തുടക്കക്കാരൻ അതുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ശാന്തിപ്രസാദ് ഭട്ട് എന്ന് പറയുന്നത്. 48,
വിച്ച് ഓഫ് ദ ഫോളോയിങ് വ്യൂസ് കൺസിഡർ നേച്ചർ ആസ് മദർ ആൻഡ് കനോട്ട് ബി ടേംഡ്? പ്രകൃതിയെ അമ്മയായി കരുതുകയും അതിനെ ഇണക്കിയെടുക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? ഇന്ത്യൻ കാഴ്ചപ്പാടാണ്. പ്രകൃതിയെ അമ്മയായി കാണുന്ന ഇന്ത്യൻ കാഴ്ചപ്പാടാണ്. വെസ്റ്റേൺ വ്യൂ ഒന്നുമല്ല, അല്ലെ അതുപോലെ തന്നെ സൈനാറ്റിക് വ്യൂവുമല്ല, വെസ്റ്റേണും സൈനാറ്റിക്കും ഒരുമിച്ചുള്ളതുമല്ല. ഏറ്റവും ആദ്യത്തെ ഒന്നാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം. 49. എൻവയോൺമെൻറ്റൽ ഡിസിഷൻ ദാറ്റ് അഫക്ട്സ് സർട്ടൻ എത്തനിക് ഗ്രൂപ്പ് റെപ്രസെൻറ്റ്സ് ദാറ്റ്? ചില പ്രത്യേക എത്തനിക് ഗ്രൂപ്പുകളെ ബാധിക്കുന്ന എൻവയോൺമെൻറ്റൽ ഡിസിഷനുകൾ എന്തിൻ്റെ പ്രതിനിധീകരണമാണ് എന്നാണ് ചോദിക്കുന്നത്. 49 ചോദ്യം. അത് പ്രൊസീജിയറൽ ഇനീക്വിറ്റി ആണോ? അല്ല, അത് സോഷ്യൽ ഇനീക്വിറ്റി ആണ്. എന്താണ്? സാമൂഹ്യ അസമത്വം. കാരണം ചില പ്രത്യേക സമൂഹത്തിലെ ചില പ്രത്യേക വംശീയ ഗ്രൂപ്പുകൾ ബാധിക്കുന്ന എൻവയോൺമെൻറ്റൽ ഡിസിഷനുകൾ, അവർക്ക് സമൂഹത്തിൽ സമത്വം മറ്റുള്ളവരോടൊപ്പം നിൽക്കാനുള്ള കഴിവില്ലാതെ നഷ്ടപ്പെടുന്ന രീതിയാണ്. അത്തരത്തിലുള്ള ഗവൺമെൻറ് എടുക്കുന്ന പരിസ്ഥിതിപരമായ തീരുമാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എൻവയോൺമെൻറ്റൽ ഡിസിഷനുകൾ അത് അവരുടെ ജീവിതത്തെ ബാധിക്കും. ചില പ്രത്യേക ട്രൈബൽസ്, ഗോത്രവർഗ്ഗക്കാരുടെ ജീവിതം, അപ്പോൾ അവർക്ക് സമൂഹത്തിൽ പിടിപിന്നെ ജീവിക്കാൻ നിവൃത്തിയില്ലാണ്ടാവുക എന്നൊക്കെ, അവരുടെ താമസ സ്ഥലം നഷ്ടപ്പെടുക, ഇങ്ങനെയുള്ള പ്രശ്നം. അപ്പോൾ സോഷ്യൽ ഇനിക്വിറ്റിയാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി അടുത്തത്, എൻവി സെൻറ്റേഴ്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഡാഷ്? എൻവി സെൻറ്ററുകൾ സ്ഥാപിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. നമ്മുടെ ഒരു മന്ത്രാലയമാണ് എൻവി സെൻറ്ററുകൾ സ്ഥാപിച്ചത്. അത് മിനിസ്ട്രി ഓഫ് എൻവിയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനമാണ്. മൂന്നാമത്തേതാണ്. അതായത് പരിസ്ഥിതി, വനം, കാലാവസ്ഥാ മാറ്റം എന്നിവയെ സംബന്ധിച്ച് ഒരു മന്ത്രാലയം ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കുണ്ട്. അവരാണ് ഈ ഇങ്ങനെ എൻവി സെൻറ്ററുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ആൾക്കാർ, അവരാണ് ഇത് സ്ഥാപിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 50 ചോദ്യങ്ങൾ, 50 എണ്ണം കറക്റ്റായിട്ട് ഉത്തരം എഴുതുമ്പോൾ 50 മാർക്ക്. മൾട്ടിപ്പിൾ ചോയ്സ് 2024 ജൂണിലെയാണ്. അടുത്ത ഇതിൽ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും.